നമസ്കാരം. നമ്മുടെ പാലാരിവട്ടം മേഖല നമ്മുടെ എഡ്രാക്കിന്റെ 17ാമത് വാർഷികവും കുടുംബസംഗമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഞങ്ങൾ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനാണ് ഉമ്മ ചേച്ചി ഇപ്പോൾ ലൈവിലെത്തിയിട്ടുള്ളത്. ഉമ്മ ചേച്ചി അന്ന് വളരെ അപ്രതീക്ഷിതമായിട്ട് അപകടത്തിൽ വന്നു മുതൽ നമ്മുടെ മേഖലയിലെ അംഗമെന്ന നിലയിൽ മാത്രമല്ല, തൃക്കാക്കരയുടെ ഒരു സ്വപ്നം എന്ന നിലയിൽ നെഞ്ചിലെത്തിക്കൊണ്ട് നടന്ന ഉമ്മ ചേച്ചിയുടെ ആ വീഴ്ചയിൽ ദുഃഖിതരായി ആശുപത്രിയിൽ വളരെ ദിവസങ്ങളോളം യാത്രകൾ നമ്മുടെ മേഖലയിലുള്ള ഒരുപാട് നേതാക്കളും റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളും ഉറക്കം നിൽക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. അത്രയോളം ഉമ്മ ചേച്ചിയെ നെഞ്ചിൽ കയറ്റി പ്രാർത്ഥനയോടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഉമ്മ ചേച്ചിയുടെ ഈ വലിയ തിരിച്ചുവരവ് ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്നത്. ഞങ്ങൾക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഉമ്മ ചേച്ചിയുടെ സാന്നിധ്യം ഇന്നിവിടെ ഉണ്ടായ ഏറെ സന്തോഷമുണ്ട്. ഉമ്മ ചേച്ചിയെ ഈ 17ാമത് വാർഷികാഘോഷത്തിലെ കുടുംബസംഗമത്തിലേക്ക് ഈ നമ്മുടെ മേഖലയിൽ ഏതാണ്ട് 70ഓളം വരുന്ന റെസിഡൻസ് അസോസിയേഷനുകളുടെയും നേതാക്കളുടെയും നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളുടെയും പേരിൽ ഞങ്ങളുടെ അംഗമായ ഉമ്മ ചേച്ചിയെ ഏറെ സ്നേഹത്തോടെയും കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഉമ്മ ചേച്ചിയുടെ ഈ ഉദ്ഘാടന പ്രസംഗം ശ്രമിക്കാം. എല്ലാവർക്കും നമസ്കാരം. ചടങ്ങിന്റെ അധ്യക്ഷൻ, ഏറ്റവും പ്രിയപ്പെട്ട മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് DG സുരേഷ്, പ്രിയപ്പെട്ട മേഖലാ സെക്രട്ടറി ശ്രീ സ്റ്റീഫൻ നാനാർ, ഏറ്റവും പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ശ്രീ P രംഗദാസ് പ്രഭു അവർകൾ, പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി PC അജിത് കുമാർ, മേഖലാ ട്രഷറർ ശ്രീ മാർട്ടിൻ KV, പ്രിയപ്പെട്ട വനിതാ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീമതി ജയശ്രീ ഷാജി, ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ ദേവി കമ്മത്ത്, മറ്റ് വേദിയിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, എഡ്രാക്കിന്റെ പാലാരിവട്ടം മേഖലാ കമ്മിറ്റിയുടെ 17ാമത് വാർഷികവും കുടുംബസംഗമവും നടക്കുന്ന ഈ ചടങ്ങ് സാധാരണയായി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ നേരിട്ട് വന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തതാണ്. എന്നാൽ നിങ്ങൾക്കറിയാം, ഞാനൊരു അപകടത്തിൽപ്പെട്ടിട്ട് അപകടനില തരണം ചെയ്തു വരികയാണ്. എൻ്റെ ആശുപത്രി വാസത്തിനിടയ്ക്കിലാണ് ഈ പരിപാടി നടക്കുന്നത്. എങ്കിലും ഈ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ അത്രയധികം ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോയിലൂടെയാണെങ്കിലും ഈ ഉദ്ഘാടനം ചെയ്യാമെന്ന് സമ്മതിച്ചത്. പാലാരിവട്ടം മേഖലാ കമ്മിറ്റി ഏറ്റവും നന്നായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് എനിക്കറിയാം. 70ഓളം റെസിഡൻസ് അസോസിയേഷൻ അടങ്ങുന്ന ഈ കമ്മിറ്റിക്ക് ഭാഗവാക്കാകാൻ കഴിഞ്ഞതിൽ തന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇതോടൊപ്പം തന്നെ ഇവിടെ കലാപ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങ് കൂടെ നടക്കുകയാണ്. ഇതിൽ എനിക്ക് ശരീരം അവിടെ ഇല്ല എന്ന് മനസ്സുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതിന്റെ ആവശ്യവും അതിന്റെ പ്രാധാന്യവും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോയിലൂടെ ആണെങ്കിലും നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞത്. അത്ര ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന ഈ കമ്മിറ്റിയിൽ എനിക്ക് ഭാഗവാക്കാകാനെങ്കിലും കഴിയണം എന്നുള്ള ആഗ്രഹമാണ് ഞാൻ ഇതിൽ പങ്കെടുക്കുന്നത്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഇതുപോലുള്ള നമ്മളുടെ സാംസ്കാരിക സമ്മേളനം നടക്കുന്ന ഈ ചടങ്ങിൽ നമ്മളുടെ കുട്ടികളെ, പുതിയ കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരാനും ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനും അതുപോലെ തന്നെ കൂടുതൽ ആളുകൾക്ക് പ്രോത്സാഹനം നൽകി അവരുടെ പരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരം ഒരുക്കുകയും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. ഇവരുടെ എല്ലാം ഒരു കലാകായിക കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ളൊരു വേദിയായി ഈ എഡ്രാക്ക് പാലാരിവട്ടം മേഖലാ കമ്മിറ്റി മാറട്ടെ. അതിന് കമ്മിറ്റിയിലെ ഭാരവാഹികൾക്ക് സാധ്യമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എന്നെ ക്ഷണിച്ചതിന് ശ്രമിച്ചതിനൊക്കെ ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എന്നെ ശ്രമിച്ചവർക്ക് ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി.